ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് നമുക്കൊരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ വളരെ കുറച്ച് ചേരുവകൾ മതി കേട്ടോ ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ഒരു ഉള്ളിവടൻ്റെ അതേ ടേസ്റ്റിൽ ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്സ് കൂടിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്തി കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 എരിവുള്ള പച്ചമുളക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയ പച്ചമുളകാണെങ്കിൽ ഒരു 5 എണ്ണം വരെ ചേർത്താം. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഈ മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പം നല്ല പച്ചമുളകൊക്കെ അരിഞ്ഞ് വരുന്ന വരെയൊക്കെ നമുക്കിതൊന്ന് അരച്ചെടുക്കണേ. അങ്ങനെ ഞാനിത് അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ വേണ്ടത്, പറ്റ ലൂസായിട്ട് പോവരുത്. ഇനി ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ചേർത്തി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഈ മാവുമായിട്ട് നല്ലവണ്ണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിത് നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണ ചൂടാക്കാൻ വെക്കാം. അപ്പോൾ എണ്ണ നല്ലവണ്ണം തന്നെ ചൂടായി വരുന്ന സമയത്താണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉള്ളിവടയൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, അതുപോലെ തന്നെ അങ്ങനെ എണ്ണ ചൂടായ സമയത്ത് ഇതിലേക്ക് നമ്മൾ ഉള്ളിവടക്കൊക്കെ ഇട്ട് കൊടുക്കണ പോലെ തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ കുറച്ച് എടുത്തിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണേ. പിന്നീട് ഇത് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാം. അങ്ങനെ ഒരു വശം ആവുന്ന സമയത്ത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന സമയത്ത് ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗം നല്ലവണ്ണം ക്രിസ്പി ആയിട്ടും ഉള്ളിൽ കുറഞ്ഞ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്ത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ചൂടോട് കൂടി കഴിക്കുമ്പോഴാട്ടോ നല്ല ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ നമുക്കൊരു പെട്ടെന്നൊരു സ്നാക്സ് വേണമെങ്കിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.